അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല. ഞാൻ കക്കും. അതില് നല്ലൊരു ഓഹരി ഞാൻ എടുത്തിട്ട് ബാക്കി എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ വീതിച്ചു കൊടുക്കും. പിന്നെ പിന്നെ എതിര് പറയുന്നത് എന്തിനാ? അത് ശരിയാ. അക്കാലത്ത് എന്റെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു മാരായിമുട്ടം മധു, PK പൊന്നപ്പൻ, ഈ ഇരുമ്പനം തോമസ്. അവരൊക്കെ മരിച്ചു പോയില്ലേ സാറേ? മരിച്ചു പോയെങ്കിലും കോടീശ്വരന്മാരായിട്ടല്ലേ മരിച്ചത്. 3 പേരും തെരുവിൽ ഇങ്ങനെ തേരാപാര നടന്നവരാ. ചെറു ബീഡി പോലും വലിക്കാൻ കയ്യിൽ 5 പൈസ ഇല്ലാതെ. മരിക്കുമ്പോ പക്ഷേ 3 പേരും നല്ല കാശുകാരായിരുന്നു. അതെ, അത് എന്നോട് കൂടി ഒട്ടി നിന്നതുകൊണ്ടുള്ള കാശ. പാർട്ടി നേതാവായി നിന്നതുകൊണ്ട് അതിസുന്ദരമായി അഴിമതി കാണിക്കാം. കക്കുന്നത് കണ്ടുപിടിക്കപ്പെടരുത്. അതിന് കാഞ്ഞ ബുദ്ധി വേണം. നാട് നന്നാക്കാൻ ഇറങ്ങുന്നവന്റെ വീട് ആദ്യം നന്നാക്കണം. നാട് തനിയെ നന്നായിക്കോളൂടോ. പൊതുജനങ്ങൾ എങ്ങനെ ജീവിച്ചാൽ നമുക്കെന്താ? 10 കാശുണ്ടാക്കണം, അല്ലാതെ എന്തോന്ന് രാഷ്ട്രീയം. ആ പ്രതാപവർമ്മ പാർട്ടിയിൽ സജീവമായതോടെയാണ് ആകെ പ്രശ്നമായത്, അല്ലേ സാറേ? അതെ, അവൻ അഴിമതിരഹിത രാഷ്ട്രീയക്കാരനല്ലേ, ആദർശ രാഷ്ട്രീയക്കാരൻ. അവന് കാശ് കട്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ. സൂര്യമംഗലം കോവിലകത്തെ സ്വത്ത് മുഴുവൻ ഇവന്റെ കയ്യിലല്ലേ. അയാളുടെ ഭാര്യ അയാളെ ഇട്ടേച്ച് പോയില്ലേ? ഇട്ടേച്ചു പോയതൊന്നും അല്ല, അവൾ ഇവന്റെ ഭാര്യയായി ഇരിക്കുമ്പോ വേറൊരുത്തന്റെ കാമുകയായിരുന്നു. വർമ്മയ്ക്കൊരു മോളില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ കൊച്ചുണ്ടല്ലോ, ഇവന്റെ അല്ല. പക്ഷേ വർമ്മ ബുദ്ധിമാനാ. തന്റെ അല്ലെങ്കിലും അവനാ കൊച്ചിനെ അവന്റെ മകളെ പോലെ അങ്ങ് വളർത്തി. അതാണ് ഉഗ്രം ബുദ്ധി. സൂര്യമംഗലത്തെ സ്വത്ത് മുഴുവൻ ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് തട്ടിയെടുക്കാലോ. ആ മകളെ ഒരു ഡ്രൈവറിന്റെ മകന്റെ തലയിൽ ഇവൻ ബുദ്ധിപൂർവം വച്ചുകൊടുത്തു. ഏവൻ എന്ത് കാണിച്ചാലും ആ ചെറുക്കം മിണ്ടില്ല. ഈ വർമ്മയെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്തുവാടി? ഒന്നുമില്ല അച്ഛാ, ഒരു പൂച്ച ഓടിച്ചതാ. മകളെയും മരുമകനെയും ആ അമ്മ ഉടനെ വിടില്ലായിരിക്കും. ഒരമ്മയുടെ കണ്ണീരിന് പരിഹാരം കാണാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു. സംഗതിയൊക്കെ ശരിയാ. പക്ഷേ പത്മാവതി മേഡും ഋതുമോളും തമ്മിൽ ഒന്നിച്ച കാര്യം വർമ്മ സാറെങ്ങാനും അറിഞ്ഞ പണി പാളും. എന്റെ ദൈവമേ, ആ ജയന്റെ അമ്മ ഒരു കാരണവശാലും ഇതൊന്നും അറിയരുത്. അവരറിഞ്ഞ ആ അമ്പിയേക്ക് ചോർത്തി കൊടുക്കും. അവരെങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കണം. അതെന്തോ ആവട്ടെ, ഒരു നല്ല വാർത്ത കേട്ടു വേണുവേട്ട. എനിക്ക് സന്തോഷമായി. ഞാനിവിടെ ടെൻഷനോട് ടെൻഷൻ. അവന് ഗെയിം കളി. മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കും എന്നോർത്തുള്ള ടെൻഷൻ അല്ലേ? അത് സാരമില്ല. പാരോപ്പുകാരോ മെസ്സഞ്ചേഴ്സോ അസിസ്റ്റൻസോ വല്ലവരും ഒക്കെ ആയിരിക്കും. എടുത്തു നോക്ക്. നീ പറഞ്ഞത് ശരി തന്നെയാ. കാലപ്പഴക്കം വന്ന ഒരു പാരയാ. ശ്രീമതി കൊച്ചമ്മണി. എടുക്ക് ഏഷ്യണി ഡീറ്റെയിൽ എടുക്ക്. ഹലോ, ആകാശവാണി തിരുവനന്തപുരം. രാത്രി 7:30-ക്കുള്ള വാർത്തകൾ അക്ഷരത്തെറ്റുകൂടാതെ വായിക്കുന്നത് ശ്രീമതി കൊച്ചമ്മിണി. അല്ല, ഇതെന്താ ഒരു തരം പൊട്ടലും ചീറ്റലും? അത്
റേഡിയോക്കകത്തുള്ള ഒരു കടുക് വറുക്കല്. ഇപ്പൊ റേഡിയോ ഒക്കെ എവിടെ ഇരിക്കുന്നു അല്ലേ? കാര്യത്തിലേക്ക് വാ എന്റെ മുണ്ടയ്ക്കലമ്മേ. ആ, ഒറ്റയടിക്ക് കാര്യത്തിലേക്ക് വരാൻ ഒരു രസമില്ലല്ലോ അംബികെ. ഏത് കാര്യം അവതരിപ്പിക്കുന്നതിനും ഒരു കലയൊക്കെ വേണ്ടേ അംബികെ? അവൾ അവിടെ ഉണ്ടോ? കൃതിക ഇല്ല. അവളുടെ ഭർത്താവ് ആ മണ്ടൻ രാജു ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? ഇല്ല. അല്പം മുമ്പ് ആ രാധമ്മയുടെ ഭർത്താവ് പഴം വിഴുങ്ങി വേണു എലി മാളത്തിന്ന് വരുന്നത് പോലെ ഇവിടെ കയറി വന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ എന്തൊക്കെയോ കുശുകുശുപ്പ്. എന്നെ കണ്ടതും അങ്ങ് നിർത്തി. എന്തോ രഹസ്യമുണ്ട്. രഹസ്യമോ? എന്നാ ചോർത്തിക്കൂടെ? ചോർത്താൻ ഞാൻ സഹസ്രകോടി പരിശ്രമിക്കുന്നുണ്ട്. നടക്കണ്ടേ? രാധമ്മയ്ക്കാണെങ്കിൽ ഒരുമാതിരി കണ്ണുനീര്. പൂങ്കണ്ണീരുമല്ല, തേങ്കണ്ണീരുമല്ല. പിന്നെ സങ്കട കണ്ണീരാണോ? അതുമല്ല. ആനന്ദ കണ്ണീരാണോ എന്ന് പറയാനും പറ്റത്തില്ല. എന്നാലേ അവളും അവനും കൂടി എവിടെ പോയെന്ന് തിരക്കുമുണ്ടയ്ക്കലമ്മേ. ഞാൻ അന്വേഷിക്കുകയാണ് അംബികെ. പിന്നെ എന്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. പറയേ. പറയണമല്ലോ. എന്റെ ഒരു കാൽക്കുലേഷനും ഡിസ്ക്രിപ്റ്റേഷനും ഒക്കെ ശരിയാണെങ്കിൽ അവൾ അവളുടെ ഒറിജിനൽ അമ്മേനെടുത്ത. എന്താ അമ്മേ കാര്യം? പറയാം. ആ ജയൻ അവിടെ ഇല്ലേ, എന്റെ PA? ഓ, എന്റെ തലതെറിച്ച മോനല്ലേ. അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല.